ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ റെഡി ആവാൻ തുടങ്ങാൻ പോവാണ്. മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലെൻസിങ് മിൽക്കൊക്കെ ഉപയോഗിച്ച് മുഖം കഴുകി വന്നതാണ്. അതൊന്നും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ക്ലെൻസർ യൂസ് ചെയ്തിട്ട് മുഖമൊക്കെ ക്ലീൻ ആക്കി വരാൻ അറിയാം. അപ്പോൾ ഞാൻ ഇനി ഫസ്റ്റ് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പാണ്. ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഞാൻ സാധാരണ യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണൊക്കെ അല്ല, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഫൗണ്ടേഷനും കൂടി യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുക. അപ്പോൾ പുറത്തേക്ക് ഓണത്തിന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ട് സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്രിഡെമിൻ്റെ ഇത് ഒരു പ്രോഡക്റ്റും നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യണം എന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്രോഡക്റ്റും യൂസ് ചെയ്യാം. ന്യൂട്രിഡെമിൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ നമ്മുടെ ഫൗണ്ടേഷനും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കുറച്ച് മോയ്സ്ചറൈസർ എടുക്കുക, വളരെ കുറച്ച് മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷനാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വളരെ കുറച്ച് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ചെറിയൊരളവിൽ ഒരു ഡ്രോപ്പായിട്ട്, ഞാനിവിടെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരളവിൽ, ഇത്രയും ചെറിയൊരളവിൽ ഫൗണ്ടേഷൻ എടുക്കുന്നുള്ളൂ. ഇത് ലാക്മിയുടെ ഫൗണ്ടേഷനാണ്. എല്ലാവരുടെ കയ്യിൽ ലാക്മിയുടെ ഫൗണ്ടേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയൊരളവിൽ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് ആ രീതിയിലുള്ള ഫൗണ്ടേഷൻ എടുക്കുക. രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കൈയുടെ പുറംഭാഗത്ത് ചേർത്തിട്ട് തന്നെ പുറംഭാഗത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൈറ്റായിട്ടേ നമ്മുടെ ഫേസിൽ ഫൗണ്ടേഷൻ ഉണ്ടാവുള്ളൂ ഇങ്ങനെ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ പാണ്ട് പിടിച്ച പോലെ വരില്ല കേട്ടോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്യട്ടെ. ജസ്റ്റ് നമ്മുടെ ചിന്നിലും താടിയിലും അതുപോലെ തന്നെ നെക്കിലും, നമ്മൾ എന്ത് മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോഴും നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നോസിൽ അപ്ലൈ ചെയ്യുക, ചെറിയ അളവിൽ മതി. ഇത് നമുക്ക് രണ്ട് കൈയിലും ഇൻസൈഡിൽ എടുത്തിട്ട് ഒന്ന് ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാം. കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസാണ് യൂസ് ചെയ്യുന്നത്, സെറ്റും മുണ്ടാണ്. അപ്പോൾ കഴുത്തൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം. നെറ്റിയും കഴുത്തും ഒക്കെ കവർ ചെയ്ത് നമ്മൾ ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും അത് നിങ്ങൾ ഇതുപോലെ മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യൂ. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നില്ല കണ്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അതുപോലെ നിങ്ങൾ ഫേസ് പൗഡർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഫേസ് പൗഡർ യൂസ് ചെയ്യാം. ഞാൻ ഫേസ് പൗഡർ യൂസ് ചെയ്യുന്നില്ല, കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് പൗഡർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ നന്നായിട്ട് വിയർക്കുന്ന ഒരു ക്യാരക്ടറാണ്, അപ്പോൾ ഞാനിപ്പോൾ തന്നെ വിയർക്കും. ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ വിയർത്ത് തുടങ്ങും. ഇപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് വേഗം തന്നെ ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും അബ്സോർബ് ആയി കഴിഞ്ഞു കണ്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം അബ്സോർബ് ആവും. ഞാൻ ഈ മുടി ഒന്ന് കെട്ടി വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുടിയിലേക്കൊക്കെ ക്രീംസൊക്കെ വേഗം ആവും. മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ബേസിക് മേക്കപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മുടെ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം. ഇത് എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മേക്കപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ലോറിയലിൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണ്. ഇത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം, വളരെ ലൈറ്റായിട്ട് മതി. കോമ്പാക്ട് പൗഡറൊക്കെ ഒരുപാട് നമ്മൾ വാരി വലിച്ചിടണ്ട. പിന്നെ നിങ്ങൾക്ക് ഐ ഷാഡോ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് തന്നെ എടുത്തിട്ട് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് ആൻഡ് ബ്രൗൺ കരയുള്ള സെറ്റും കൊണ്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള നമ്മുടെ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെർഫെക്റ്റ് ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഐബ്രോ പൗഡറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഇത് ഡ്യുവൽ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ബ്ലാക്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോ പൗഡർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ
ഈ സ്റ്റാർട്ടിങ്ങിൽ അധികം അപ്ലൈ ഇല്ല, കുറച്ചും കൂടെ മാറിയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് മിററിലേക്ക് തിരിഞ്ഞിരിക്കട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ് അധികം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, സ്റ്റാർട്ടിങ് വന്നിട്ടില്ല, ബാക്കിയുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാടൊന്നും ഞാൻ അധികം കളർ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കളേഴ്സ്, ഐ ഷാഡോ ഒരു ഗിൽറ്റുള്ള ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റായിട്ടൊന്ന് ഗിൽറ്റുള്ള ഷെയ്ഡൊക്കെ അപ്ലൈ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഓണമല്ലേ, ഓണം മേക്കപ്പ് ആകുമ്പോൾ ചെറുതായിട്ട് ഗിൽറ്റുള്ള ഷെയ്ഡൊക്കെ അപ്ലൈ ചെയ്താലല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടോ? ബ്രഷിൻ്റെ തുമ്പിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ അപ്ലൈ ചെയ്യട്ടെ. ഓവറായിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ കൺപോളകൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാം. ഞാൻ ഇതിന് മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വേറെ ഷെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പല രീതിയിലും ചെയ്യുന്നുണ്ടാവാം. എല്ലാ വർഷവും ഞാൻ ഓണത്തിന് ഒരുങ്ങുന്ന രീതിയാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഐലൈനറൊക്കെ തിന്നായിട്ട് എഴുതേണ്ടതുകൊണ്ട് നമുക്ക് ഒന്ന് കവർ ചെയ്യാതെ വിടാം, അല്ലെങ്കിൽ ഐലൈനറായിട്ട് അധികം മിക്സ് ആയി പോകണ്ട. ഇപ്പുറത്തെ കണ്ണും ഇതുപോലെ തന്നെ നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഞാനൊന്ന് അപ്ലൈ ചെയ്യട്ടെ. മിററിൽ നോക്കി അപ്ലൈ ചെയ്താലാണ് എനിക്ക് എളുപ്പം. പിന്നെ നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ഷെയ്ഡ് ഐ ഷാഡോയും കൂടി നമ്മുടെ പുരികത്തിൻ്റെ അടിഭാഗത്ത്, ഞാനത് ചെയ്യാറുള്ളതാണ്. നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ എപ്പോഴും ഒരു വൈറ്റിൽ ഒരു ഗിൽറ്റി ഷെയ്ഡ് തന്നെ വൈറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇതുപോലെ വൈറ്റ് എടുത്തിട്ട് ലൈറ്റായിട്ട് വൈറ്റ് എടുക്കാറുണ്ട്. ഇതുണ്ടോ, ലൈറ്റായിട്ടൊരു വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഊതി വിടും. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഐബ്രോസിൻ്റെ അടിഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്ത് പതുക്കെ ഒന്ന് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് പതുക്കെ ഐബ്രോസിൻ്റെ അടിഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോസിൻ്റെ അടിഭാഗത്ത് ഒരു ഗിൽറ്റി ഷെയ്ഡ് വരികയും ചെയ്യും, പക്ഷെ കുറച്ച് ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ആവുകയും ചെയ്യും. അത് ഞാൻ എപ്പോഴും ഒരു വൈറ്റ് ഷെയ്ഡാണ് എടുക്കാറുള്ളത്. നിങ്ങൾക്ക് വൈറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ ഒരു സിൽവർ ഷെയ്ഡ് എടുക്കാം. ഇതൊക്കെ നമ്മൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴൊന്നും ഇതുപോലെ ഒരുങ്ങില്ല കേട്ടോ. കല്യാണത്തിന് പോകുമ്പോഴൊന്നും ഈ ഒരു ഷെയ്ഡ് എടുക്കാറില്ല. നമ്മളിതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഒരുങ്ങുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു നൈറ്റ് പാർട്ടിക്ക് പോവുകയാണെങ്കിലൊക്കെ ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഐബ്രോസിൻ്റെ അടിഭാഗത്ത് ഒരു തിളക്കം വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഐ ഷാഡോയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഐലൈനറാണ്. ഐലൈനറിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് താഴെ കണ്ണെഴുതാനായിട്ട് നമ്മുടെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. മേളിൽ ഐലൈനറാണ്. അപ്പോൾ താഴെ ഞാൻ സ്റ്റിക്ക് ഉപയോഗിച്ച് കണ്ണെഴുതട്ടെ. കണ്ണിൻ്റെ ഇവിടെ എനിക്കിങ്ങനെ കുറച്ച് സ്പ്രെഡായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് സ്പ്രെഡായിട്ടാണ് എഴുതുക. കണ്ണ് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്ത് എഴുതുക. എല്ലാവർക്കും സ്പ്രെഡായിട്ടിരിക്കുന്നതായിരിക്കില്ല ഇഷ്ടം, പക്ഷെ എനിക്ക് സ്പ്രെഡായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഒന്ന് കണ്ണെഴുതി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ കണ്ണെഴുതാനായിട്ട്. പിന്നെ ഇനി കുറച്ച് വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഐലൈനർ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീർത്ത് തുടങ്ങി കേട്ടോ, വീർപ്പൊക്കെ തുടച്ചേടായിട്ട്. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. ഐലൈനർ എഴുതുമ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. തിന്നായിട്ട് എഴുതുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ തിന്നായിട്ട് ഐലൈനർ എഴുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിക്കാം. അപ്പോൾ ഞാൻ ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞു. ചെറിയൊരു വാലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കണ്ണെഴുതാറുള്ളത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് മമ്മ എർത്തിൻ്റെ ലിപ് ബാമാണ്. ഇത് എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ലിപ് ബാം അപ്ലൈ ചെയ്യട്ടെ. ലിപ് ബാം എപ്പോഴും നമുക്ക് കുറച്ചുകൂടി
ലിപ്സിന് കംഫർട്ടബിൾ ആണ്. കുറച്ചുകൂടി ഡ്രൈ ആവാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ ലിപ് ബാമിന് അങ്ങനെ പ്രത്യേകിച്ച് ഷെയ്ഡൊന്നും ഇല്ല കേട്ടോ, ന്യൂട്രൽ ഷെയ്ഡാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കൂടുതൽ കംഫർട്ടബിൾ ആണ് ഈ ഒരു ലിപ് ബാം. ഇനിയിപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക്ക് ലോറിയലിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഷെയ്ഡ് തന്നെയാണ്. ഓണമൊക്കെ ആകുമ്പോൾ കുറച്ച് ഡാർക്ക് കളറായിട്ടൊക്കെ ലിപ്സ്റ്റിക്ക് ഇടാം അല്ലേ. പിന്നെ നമ്മുടെ ശില്പ സിസ്റ്ററുടെ പൊട്ട്. ശില്പ സിസ്റ്ററുടെ പൊട്ടെന്ന് ഞാൻ എന്താ പറഞ്ഞാൽ ഞാൻ ശില്പയുടെ പൊട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ സിസ്റ്ററുടെ പേര് ശില്പ എന്നായതുകൊണ്ട് ഞാൻ ശില്പ സിസ്റ്ററുടെ പൊട്ടെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊട്ടും തൊട്ട് കഴിഞ്ഞു. ഇത്രയാണ് എൻ്റെ ഫേസ് മേക്കപ്പ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഞാൻ ബേസിക്കായിട്ട് ചെയ്യുന്ന മേക്കപ്പ്. മസ്കാര വല്ലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, മസ്കാര എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഇന്നിപ്പോൾ മസ്കാര വേണ്ടാന്ന് വെച്ചു. കണ്ണൊക്കെ അത്യാവശ്യം പീലിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇനി മസ്കാര യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് ചുമന്ന് വരും, അതുകൊണ്ട് ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നില്ല. ഇനി മുടി കെട്ടുക എന്നുള്ള ടാസ്ക്കാണ്. മുടി കെട്ടാം. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ മുടി കെട്ടുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിൽ മുടി കെട്ടുക. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് മുടി കെട്ടാൻ പോകുന്നത്. ഒരു 4 സ്ലൈഡിൽ മുടി കെട്ടാൻ പോവാണ്. സാധാരണ ഞാൻ മുടി അഴിച്ചിട്ടല്ലേ നിങ്ങളെപ്പോഴും കാണാറുള്ളത്. ഇന്നിപ്പോൾ മുടി കെട്ടിയിട്ട് തന്നെ നമുക്ക് പൂവൊക്കെ വെച്ച് റെഡിയാവാം. മുടി കെട്ടി കഴിഞ്ഞിട്ട് പൂ ലാസ്റ്റ് വയ്ക്കാം കേട്ടോ. ഞാൻ മിറർ ഈ സൈഡിലായതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത്. മുടി കെട്ടിയാലല്ലേ നമുക്ക് പൂ വയ്ക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് മുടി കെട്ടാൻ തീരുമാനം എടുത്തത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് രണ്ട് സ്ലൈഡ്സ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ മുടി ഒന്ന് പിരിച്ചു വയ്ക്കാം. ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് പിരിച്ചു വയ്ക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ മുടി അഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം മുടി കെട്ടാതെ നിർത്തുന്നത്. മുടി കൂടുതലായതുകൊണ്ട് മുടി വേഗം അഴിഞ്ഞു പോകും. ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഒരു സ്ലൈഡും കൂടി കൊടുക്കട്ടെ. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മുടി കെട്ടലൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. 2 സ്ലൈഡിലാകുമ്പോൾ മുടി വേഗം കെട്ടിക്കഴിയുമല്ലോ. അപ്പോൾ നമ്മുടെ മുടി കെട്ടൽ കഴിഞ്ഞു. ഇനി പൂ വയ്ക്കുക, അതുപോലെ തന്നെ റെഡി ആവുക എന്നുള്ള പരിപാടിയാണ്. ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ എന്താ റെഡിയായി. പൂ വെച്ചിട്ടില്ല കേട്ടോ, പൂവും കൂടെ വയ്ക്കണം. കമ്മലൊക്കെ മാറി. മാല നമ്മൾ എപ്പോഴും സെറ്റ് കൊണ്ടൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വലിയ തിക്കായിട്ടുള്ള മാല, കുറച്ച് വലിപ്പമുള്ള മാലയൊക്കെ ഇടുകയാണ് നല്ലത്. കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറിയ മാലയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ ചെയിൻ, നീളമുള്ള ചെയിൻ ഇടായിരിക്കും കൂടുതൽ ഭംഗി. ചെറിയ ഇറക്കം കുറഞ്ഞ മാല ഇട്ടിട്ട് നീളമുള്ള ചെയിൻ ഇടായിരിക്കും ഭംഗി. അമ്മമാരൊക്കെ ആകുമ്പോൾ കുറച്ച് വലിയ മാലയൊക്കെ ഇടാണ് ഭംഗി. വളയൊക്കെ ചേഞ്ച് ചെയ്തു. മൊത്തത്തിൽ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പൂ വയ്ക്കാം. പൂ വയ്ക്കുമ്പോൾ ഞാൻ ഇന്നിപ്പോൾ പൂ വയ്ക്കാൻ പോകുന്നത് ജസ്റ്റ് 2 സൈഡിലേക്ക് മാത്രം ഇടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ 2 സൈഡിലേക്ക് ഇടാം എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ പൂ ഓണമൊക്കെ ആകുമ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടുമ്പോഴല്ലേ ഭംഗി ഉണ്ടാവുക. നമ്മൾ ബാക്കിലേക്ക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2 സ്ലൈഡ് കൊടുത്തിട്ട് പൂ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഇടാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിങ്ങനെ കവർ ചെയ്ത് ഈ സൈഡ് കവർ ചെയ്ത് ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് ഇങ്ങോട്ട് സ്ലൈഡ് പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ മാത്രം ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പൂവും കൂടി കുത്തി വയ്ക്കട്ടെ, അതിനുശേഷം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രീതിയിൽ ഒരുങ്ങിയത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഒരുങ്ങുന്നത് എന്നും കൂടി കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഞാൻ സെറ്റുമുണ്ട് ഈ രീതിയിലാണ് കേട്ടോ ഇടാറുള്ളത്. ഞാൻ പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ എളുപ്പത്തിൽ കൊടുക്കുമ്പോൾ ഈ രീതിയിലാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓണം ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണത്തിന് അടിപൊളിയായിട്ട് ഒരുങ്ങുക. ഫോട്ടോസൊക്കെ വാട്സാപ്പ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ തരിക. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.